കാര്യം ഹിന്ദുക്കളൊന്നും മത പഠന ക്ലാസ്സുകളിൽ പോയിട്ടില്ല എങ്കിൽ പോലും അവരൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ജ്ഞാനമുള്ളവരും ഒക്കെ ആയതുകൊണ്ട് ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷേ മുസ്ലിങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ മദ്രസകളിൽ പോയി മതത്തെക്കുറിച്ചും മതപഠനം എന്തിനാണ് എന്നതിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിട്ടും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകളിൽ അറസ്റ്റിലാകുന്നത് മുസ്ലിങ്ങളാണ്. പറയുന്നത് KT ജലീലാണ്. ഇപ്പോൾ ഈ മദ്രസകളിൽ പോയാലും പിന്നെ നല്ല സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണോ ജലീൽ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് രണ്ട് സംഗതിയാണ്. ഒന്ന്, KT ജലീലിന് തലയ്ക്ക് ഒളിവ് വന്നു എന്നാണ് എൻ്റെ പച്ചമലയാളം. കാരണം KT ജലീൽ എന്ന് പറയുന്നാൽ പഴയ സിമിക്കാരനാണ്. മുസ്ലിം സമുദായത്തിൽ തീവ്രവാദം പഠിപ്പിച്ച പ്രസ്ഥാനമാണ് സിമി, NDF, അതുപോലെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ. അത്തരം സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തകരിൽ യുവജന പ്രവർത്തകരിൽ ഒരാളായിരുന്നു KT ജലീൽ. അപ്പോൾ അതുകൊണ്ട് ജലീലിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ എന്താണ് വസ്തുത എന്നുള്ള നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്താലും അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് എങ്ങനെയാണ്, ഏത് തീവ്രവാദ പ്രവർത്തനത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇടപെട്ടാലും അവരെല്ലാം രക്ഷിക്കാൻ മുസ്ലിം ലീഗിനോ അതേപോലെ തന്നെ KT ജലീലിനെ പോലുള്ള ആളുകൾക്ക് സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അത് സാധ്യമല്ല. ഇന്ന് പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ നിയമം അതിശക്തമായിട്ട് വന്നതിന് ശേഷം ഈ തരത്തിൽപ്പെട്ട തീവ്രവാദ പ്രസ്ഥാനങ്ങളെ എല്ലാം പൂർണ്ണമായിട്ട് നിരോധിക്കുകയും ആ നിരോധിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ന് പിടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പഴയ കാലത്തും ഇവർക്ക് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടായിരുന്നല്ലോ. ഇവർ അഫ്ഗാനിസ്ഥാനിൽ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നല്ലോ, നോട്ടുകൾ കൊണ്ടുവന്നിരുന്നല്ലോ. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഒരു വണ്ടി നിറച്ചാണ് നോട്ടുകൾ വന്നതെന്നാണ് ആരോപണം ഉണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 12-13 കൊല്ലത്തിന് മുമ്പാണ്. ആ നോട്ടുകൾ വന്നത് എവിടേക്കാണ് വന്നതെന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലാരും. ഇന്ന് മാത്രമല്ല, നോട്ട് വന്ന് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിൽ ഭൂമിയുടെ എല്ലാം വില വാണം പോലെ കുതിച്ചു വരികയായിരുന്നു. ആ കാലത്തേക്ക് 50,000 ഉണ്ടായിരുന്നൊരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില വളരെ പെട്ടെന്ന് 2 ലക്ഷത്തിലേക്കും 3 ലക്ഷത്തിലേക്കൊക്കെ ആയിട്ട് മാറി. മിക്കവാറും ഭൂമി കൈമാറ്റം ചെയ്യുന്ന സമയത്ത് 10,000 രൂപ വില നേരിട്ട് രേഖപ്പെടുത്തുന്ന ഭൂമിക്ക് 1 ലക്ഷം രൂപ വരയ്ക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറായി. നമ്മുടെ എല്ലാം വീടുകളിൽ വന്നിട്ട് ഭൂമിയുടെ വില ചോദിക്കുന്ന ആളുകൾ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഇങ്ങനെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലുണ്ടായിരുന്നത്. ഈ 2 ഭരണങ്ങളുണ്ടതിൻ്റെ പേരിൽ KT ജലീലിനെ സംബന്ധിച്ചും PK കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ തന്നെ അവർ ഏറാൻ മൂളികളായിരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്വാതന്ത്ര്യമില്ല. ഇന്ന് ആ തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തിയാൽ, കള്ളക്കടത്ത് നടത്തിയാൽ, അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന പ്രവർത്തനം നടത്തിയാൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അടിപിടി ഉണ്ടാക്കിയാൽ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യും. പക്ഷെ അറസ്റ്റ് ചെയ്യുന്നവരെ ആരും മതം നോക്കിയിട്ടല്ലല്ലോ അറസ്റ്റ് ചെയ്യുക. ആരും മതം നോക്കിയിട്ടല്ല അറസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് കുറ്റവാളികൾ നോക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കുറ്റവാളികൾ നോക്കുന്ന സമയത്ത് നിർഭാഗ്യവശാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന സമയത്ത് വലിയ കൊമ്പെടുക്കുന്നവരാണ് ഇവർ പലരും. പക്ഷേ ഇസ്ലാമിക് തീവ്രവാദം എന്നൊന്നും ഇല്ലയെന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലവ് ജിഹാദ് പോലെ തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദം. അന്തസാന എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അത് ലോകത്തിലെല്ലായിടത്തും ഇസ്ലാമിക തീവ്രവാദമുണ്ട്. ഇത് വെച്ചിട്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ആരും പറയാറില്ല. പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു ആക്ഷേപം ഇന്ന് മാത്രമല്ല ഉണ്ടായിരുന്നത്. 2000-ൻ്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽകൃഷ്ണ അദ്വാനി വരെ പറഞ്ഞ വാക്കുകളാണിത്. ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയല്ല. അത് അവിടെയാണ് KT ജലീലിൻ്റെ ചർച്ചയുടെ ഗുണമുള്ളത്. KT ജലീൽ പറഞ്ഞത് മദ്രസയിൽ പോയിട്ട് പോലും എന്നാണ്. എൻ്റെ വാദം അതല്ല. ആ പോയിട്ട് പോലും എന്നുള്ള വാക്ക് വേണ്ട. ഹിന്ദു കുട്ടികൾ ഈ തരത്തിൽ മതപഠനം നടത്തുന്നില്ല. ക്രൈസ്തവ വിദ്യാർത്ഥികൾ സൺഡേ ക്ലാസ്സിൽ കുറച്ചുപേര് മാത്രം പോകുന്നുണ്ട്. മറിച്ച് മുസ്ലിം കുട്ടികൾ അങ്ങനെയല്ല. മുസ്ലിം കുട്ടികൾ ഏറെ പേരും ഈ പറയുന്ന മദ്രസകളിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ ചില സ്ഥലത്ത് മദ്രസകൾ നിരോധിക്കാൻ എന്താ കാരണം? അവിടുത്തെ മദ്രസയിൽ നിന്നാണല്ലോ തീവ്രവാദികൾ മുഴുവൻ അവർ പിടിച്ചത്, അവിടെ നിന്നാണല്ലോ.
അവിടെ മുസ്ലിങ്ങളുടെ തന്നെ ഭരണം നടക്കുന്ന സമയത്ത് അവിടെ മദ്രസകൾ നിരോധിച്ചല്ലോ. എന്താ നിരോധിക്കാൻ കാരണം? മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതി വിഷയമാണത്. അവിടെ നിന്ന് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നമാണ്. അവിടെ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന എന്ത് പണ്ഡിതനെ അവിടെ പഠിപ്പിക്കുന്ന ആളുകളുടെ എന്ത് പാണ്ഡിത്യമുള്ളത്? പഴയകാലത്ത് അറബിക്ക് 967 EMSൻ്റെ മന്ത്രിസഭ വന്ന സമയത്ത് അന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അന്ന് കുട നന്നാക്കലുകാരനും അതുപോലെ ചെരുപ്പ് കുത്തിയൊക്കെ ആയിരിക്കുന്ന ആളുകൾ ആ പണി വേണ്ടാന്ന് വെച്ചിട്ട് അറബി അധ്യാപകനായിട്ട് പോയി എന്നാണ് പറഞ്ഞേ. സമാനമായിട്ടുള്ള രീതിയിലാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരാണോ? KT ജലീൽ അവരെ പണ്ഡിതൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞു. ഇവർക്കൊക്കെ എന്ത് പാണ്ഡിത്യമാണുള്ളത്? ഇവർക്ക് ഇവിടുത്തെ സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന വല്ല പരിജ്ഞാനമുണ്ടോ? ഈ നാടിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് അവർക്ക് നിശ്ചയമുണ്ടോ? ഈ ലോകത്തിൻ്റെ ഗതിവിധികളെ സംബന്ധിച്ച് അവർക്ക് വല്ല ധാരണയുണ്ടോ? ഏതെങ്കിലും ഭാഷ ഇവർക്ക് നിശ്ചയമുണ്ടോ? ഇവർക്ക് ഒന്നിനെക്കുറിച്ച് നിശ്ചയമില്ല. ഇവർക്ക് ആകപ്പാട് ചില ഹദീസുകളെ സംബന്ധിച്ച് തെറ്റായിട്ട് വിവക്ഷിക്കുവാനുള്ള പരിജ്ഞാനമുണ്ട്. അതേപോലെ തന്നെ ഖുറാനിൽ അങ്ങനെ പറഞ്ഞു, ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, നിങ്ങളെ ഹൂറികൾ കാത്തോളും അവിടെ സ്വർഗത്തിലെത്തിയാൽ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികളാണ് ഖുറാൻ ഇതിനകത്തുള്ളത്. ഈ പറയുന്ന ഇവരുടെ മദ്രസകൾ പഠിപ്പിക്കുന്നതാണ്. ഈ മദ്രസകളുടെ പാഠ്യപദ്ധതിയിൽ ഒന്ന് സുതാര്യമാക്ക്. അത് പൊതുസമൂഹം അറിയട്ടെ അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നതെന്ന്. അവർ വാങ്ക് വിളിക്കുന്നത് അടക്കം ജനവിരുദ്ധം തന്നെയാണത്. എന്താ ഇവർ വാങ്ക് വിളിക്കുന്നത്? എങ്ങനെയാണ്? മറ്റൊരു ദൈവമില്ലാന്നാണ്. അങ്ങനെ ഒരാൾ പറയാമോ? ഒരു ക്രിസ്ത്യാനി സ്വന്തം പള്ളിയിൽ നിന്ന് യേശു ക്രിസ്തു അല്ലാതെ മറ്റു ദൈവമില്ലെന്ന് വിളിക്കുന്ന മര്യാദയാണോ? ഒരു ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് വിളിച്ചു പറയുക ഇവിടെ ആപ്പടെ കൃഷ്ണനല്ലാതെ കൊണ്ട് വേറെ ദൈവവുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് ശുദ്ധ അസംബന്ധം എന്നാണ് പറയുക. ഈ അസംബന്ധം തന്നെയാണ് വാങ്കുവിളിക്കൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മദ്രസ പഠനത്തിൽ നടത്തുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് KT ജലീൽ എന്തൊക്കെ പറഞ്ഞ് ഇന്ന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ജയിലറകളെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് മദ്രസയിൽ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാർ പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ KT ജലീൽ പറയുമ്പോൾ ആർക്കും അന്ത്യചർച്ച നടത്തണ്ട, ആരെയും വിളിച്ചിരുത്തി ഇത്തരം ഈ ഒരു വലിയ പരാമർശം നടത്തിയിട്ടും ഇതൊരു ചർച്ച പോലും ആകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാറിനെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുമ്പോഴാണ് സമൂഹം ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ ഇത് PC ജോർജ് പോലെ അല്ലെങ്കിൽ BJPയിലെ ഏതെങ്കിലും നേതാക്കളാണ് പറഞ്ഞത് എങ്കിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായതിനെ മുസ്ലിങ്ങൾ മുഴുവൻ ഡ്രഗ്സിന് അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാണ് എന്ന് പറഞ്ഞു എന്ന തരത്തിലേക്ക് ഇതിനെ അങ്ങ് മാറ്റി വേറെ ലെവലിലേക്ക് ഇതിന് കൊണ്ടുപോയി. അത് പുതിയ നറേഷൻസ് ക്രിയേറ്റ് ചെയ്യലാണ്. നമ്മുടെ മാധ്യമങ്ങളിൽ പലരുടെയും ഉദ്ദേശം പുതിയ നറേഷൻസ് ക്രിയേറ്റ് ചെയ്യലാണ്. അവർക്ക് കേരളം എന്ന് പറയുന്ന കൺസെപ്റ്റേ അവരെ സംബന്ധിച്ചില്ല. അവർ പലരും വിചാരിക്കുന്നത് അവർക്ക് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളവർ ടാർഗറ്റുകൾ നിശ്ചയിക്കുകയാണ്. അവർ അന്തിച്ചർച്ചയിൽ വിഷയമെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്തിച്ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം എന്ന് അവർ ധരിക്കുന്നത് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ്. അതായത് തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ചർച്ചയിൽ കേൾക്കാൻ ആളുണ്ടാവില്ല എന്ന് അവർ ധരിച്ചിരിക്കുന്നു. തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുമെന്നുള്ള ഇത്തരത്തിൽ ആശങ്ക ഒരുപാടുണ്ട്. ഇപ്പം ജോസഫ് മോഹൻസിൻ്റെ കൈവെട്ടിയ സമയത്ത് നമ്മൾ ധരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല, അത് വലിയൊരു വാണിംഗ് ആയിരുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക്. വിനു ജോണിനുള്ള മാധ്യമമാണ് വലിയൊരു വാണിംഗ് ആയിരുന്നു അത്. ഷാനി പ്രഭാകരനുള്ള ഒന്നാന്തരം ഒരു വാണിംഗ് ആയിരുന്നു അത്. സ്മൃതി പരുത്തിക്കാടിന് കിട്ടിയിട്ടുള്ള ഒന്നാന്തരം വാണിംഗ് ആയിരുന്നു അത്. ഈ വാണിംഗ് അവർ ഉൾക്കൊണ്ടു. അവർ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, തലയുണ്ടാവില്ല എന്നുള്ള ബോധ്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കുണ്ട്. ഈ മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിക തീവ്രവാദത്തിനെ കണ്ണും പൂട്ടി അടച്ച് അതിനെ പിന്താങ്ങുവാനുള്ള മുഖ്യമായിട്ടുള്ള കാരണം. അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം അതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു വന്നിരിക്കട്ടെ, അവിടെ മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തി പിടിക്കപ്പെടുന്ന മുഴുവൻ മുസ്ലിമാണ് എന്ന ഒരു BJPയുടെ നേതാവ് പറയുകയാണെങ്കിൽ പറയും ആ BJPയുടെ നേതാവ് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയും. PC ജോർജ് പറഞ്ഞ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയും. മറിച്ച് KT ജലീലിന് ഇത് പറയാം. കാരണം KT ജലീൽ വസ്തുതകൾ നിരത്തിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന നല്ല ബോധ്യം KT ജലീലിനുണ്ട്. അവരിവിടെ മാത്രമല്ലെന്നേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ MDMA മറ്റൊന്നും വേണ്ട, നിങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് മദ്രസ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ അവരിറങ്ങിയതിന് ശേഷം സമാധാനത്തിൻ്റെ സന്ദേശം പരത്തുന്നുണ്ടെന്നുള്ളത് KT ജലീൽ പറയട്ടെ. ഇല്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമല്ലോ. ഇപ്പം നമ്മൾ സിറിയയുടെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. സിറിയയിൽ ആരായിരുന്നു? ആദ്യം ക്രിസ്ത്യാനികളെ മുഴുവൻ ഓടിച്ചു.
ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഓടിച്ചു. അതിനുശേഷം മുസ്ലിങ്ങൾ വന്ന സമയത്ത് അവർ തമ്മിൽ സംഘർഷം തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം ബോധ്യം വരുന്നത് ഇവർ ഏത് തരത്തിലും സംഘർഷ പൂർണ്ണമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം വളരാവുന്നൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് കേരളത്തിലെ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്നതെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് KT ജലീൽ ആദ്യം ചെയ്യേണ്ടത് ഈ കരച്ചിലൊക്കെ നിർത്തൻ്റെപ്പാ, നിങ്ങൾ ആദ്യം പോയിട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണം. അത് ആ കുട്ടികൾ നന്നാവാനുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കാൻ തയ്യാറാവണം. അങ്ങനെ പഠിപ്പിച്ചാൽ അവർ MDMA കച്ചവടത്തിന് അവരാരും പോകില്ല, അവർ തീവ്രവാദ പ്രവർത്തനത്തിന് അവരാരും പോകില്ല, ഇവരാരും പർദ്ദയിടാനും പോകില്ല. ഇവർ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ ഇവർ ജീവിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി KT ജലീലിനെ പോലുള്ള ഭരണാധികാരികളും കൂടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം.